5/6/25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പരിധിയില്ലാത്ത ജ്ഞാനം ലഭിക്കുന്നു. നിങ്ങൾ വീണ്ടും രാജയോഗത്തിൻ്റെ ശിക്ഷണത്തിലൂടെ രാജപദം നേടിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം: നിങ്ങളുടെ ഈശ്വരീയ കുടുംബം ഏതു കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്? ഉത്തരം: ഈ ഈശ്വരീയ കുടുംബത്തിൽ ചിലർ 1 ദിവസത്തെ കുട്ടിയാണ്, ചിലർ 8 ദിവസത്തേത്. എന്നാൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ തന്നെ ടീച്ചറായി തൻ്റെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വ്യത്യസ്തമായ കാര്യമാണ്. ആത്മാവ് പഠിക്കുന്നു. ആത്മാവ് ബാബ എന്ന് പറയുന്നു. ബാബ പിന്നെ കുട്ടികളെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുന്നു. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവൻ. ഓം ശാന്തി. വൃക്ഷപതി ദിവസത്തിന് ബൃഹസ്പതി എന്ന നാമം വച്ചിരിക്കുന്നു. ഈ ഉത്സവങ്ങളും മറ്റുമെല്ലാം വർഷാവർഷം ആഘോഷിക്കുന്നു. നിങ്ങൾ ഓരോ ആഴ്ചയും ബൃഹസ്പതി ഡേ ആഘോഷിക്കുന്നു. വൃക്ഷപതി അഥവാ ഈ മനുഷ്യ സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ ബീജരൂപം ആരാണോ, ചൈതന്യം ആരാണോ, ആ ഒന്ന് ഈ വൃക്ഷത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. മറ്റു വൃക്ഷങ്ങളെല്ലാം ജഡമാണ്, ഇത് ചൈതന്യമാണ്. ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു. ഇതിൻ്റെ ആയുസ് 5000 വർഷമാണ്. ഈ വൃക്ഷത്തിന് 4 ഭാഗമുണ്ട്. ഓരോ വസ്തുവിനും 4 ഭാഗം ഉണ്ടാകുന്നു. ഈ ലോകത്തിനും 4 ഭാഗമുണ്ട്. ഇപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ അന്തിമമാണ്. ലോകം എത്ര വലുതാണ്! ഈ ജ്ഞാനം ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിലില്ല. ഇത് പുതിയ ലോകത്തിന് വേണ്ടിയുള്ള പുതിയ ശിക്ഷണമാണ്. പിന്നെ പുതിയ ലോകത്തിലെ രാജാവാകുന്നതിനായി അഥവാ ആദി സനാതന ദേവീ ദേവത ആകുന്നതിനുള്ള ശിക്ഷണവും പുതിയതാണ്. ഭാഷയാകട്ടെ ഹിന്ദി തന്നെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു. മറ്റ് രാജധാനികൾ സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ ഭാഷ വേറെയായിരിക്കും. സത്യയുഗത്തിൽ ഏത് ഭാഷ ഉണ്ടായിരിക്കും? അത് കുട്ടികൾക്ക് അല്പം അല്പം അറിയാം. മുൻപ് കുട്ടികൾ ധ്യാനത്തിൽ പോയി പറയുമായിരുന്നു, അവിടെ സംസ്കൃതം ഉണ്ടായിരിക്കില്ല. സംസ്കൃതം ഇവിടെയാണല്ലോ ഉള്ളത്. എന്താണോ ഇവിടെ ഉള്ളത് അത് പിന്നെ അവിടെ ഉണ്ടായിരിക്കുകയില്ല. കുട്ടികൾക്കറിയാം ഇത് വൃക്ഷപതിയാണ്. ആ ഒന്നിനെ വൃക്ഷത്തിൻ്റെ ഫാദർ എന്നും രചയിതാവെന്നും പറയുന്നു. ഇത് ചൈതന്യ ബീജരൂപമാണ്. അവയെല്ലാം ജഡമാണ്. മനുഷ്യർ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിയേണ്ടതാണല്ലോ. ഈ സമയം ജ്ഞാനം ഇല്ലാത്തത് കാരണം മനുഷ്യർക്ക് സുഖം ഉണ്ടായിരിക്കുന്നില്ല. ഇത് പരിധിയില്ലാത്ത നോളജാണ്. ഇതിലൂടെ പരിധിയില്ലാത്ത സുഖമുണ്ടാകുന്നു. പരിധിയുള്ള നോളജിലൂടെ കാഷ്ടത്തിന് സമാനമായ സുഖം ലഭിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത സുഖത്തിനായി ഇപ്പോൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും എന്ന ഈ വാക്ക് നിങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. നിങ്ങൾ തന്നെയാണ് വീണ്ടും മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനായി ഈ രാജയോഗത്തിൻ്റെ ശിക്ഷണം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാനസാഗരനായ ബാബ നിരാകാരനാണ് എന്നതും നിങ്ങൾ അറിയുന്നു. കുട്ടികളായ ആത്മാക്കളും നിരാകാരിയാണ്. എന്നാൽ എല്ലാവർക്കും അവരവരുടേതായ ശരീരമുണ്ട്. ഇതിനെയാകട്ടെ അലൗകിക ജന്മം എന്ന് പറയുന്നു. മറ്റൊരു മനുഷ്യനും ഇങ്ങനെ ജന്മമെടുക്കുക സാധ്യമല്ല. ഇത് സ്വീകരിക്കുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെയും വാനപ്രസ്ഥ അവസ്ഥയിലാണ് പ്രവേശിക്കുന്നത്. കുട്ടികൾക്ക് അഥവാ ആത്മാക്കൾക്ക് സന്മുഖത്തിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റാർക്കും തന്നെ ആത്മാക്കളെ കുട്ടികളെ എന്ന് പറയുവാൻ സാധിക്കില്ല. ഏത് ധർമ്മത്തിലുള്ളവരായാലും ഇതറിയുന്നു. ശിവ് ബാബ നമ്മൾ ആത്മാക്കളുടെ ബാബയാണ്. ആ ഒന്ന് തീർച്ചയായും കുട്ടികളെ എന്ന് തന്നെ പറയും.
ബാക്കി ഒരു മനുഷ്യാത്മാവിനെയും ഈശ്വരൻ എന്ന് പറയാൻ സാധിക്കില്ല, ബാബ എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഗാന്ധിജിയെ ബാപ്പു എന്ന് പറയുമായിരുന്നു. മുനിസിപ്പാലിറ്റി മേയറിനെയും ഫാദർ എന്ന് പറയുന്നു. എന്നാൽ ആ ഫാദറെല്ലാം ദേഹധാരിയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു. ബാബ ഓരോ നിമിഷവും പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആ ബാബ വന്ന് പഠിപ്പിക്കുന്നതും ആത്മാക്കളെയാണ്. ഇത് ഈശ്വരീയ കുടുംബമാണ്. ബാബയ്ക്ക് ഇത്ര അനേകം കുട്ടികളുണ്ട്. നിങ്ങളും പറയുന്നു, ബാബ നമ്മൾ അങ്ങയുടേതാണ്. നിങ്ങൾ കുട്ടികളായി കഴിഞ്ഞു. പറയുന്നു, ബാബ നമ്മൾ ഒരു ദിവസത്തെ കുട്ടിയാണ്, 8 ദിവസത്തെ കുട്ടിയാണ്, മാസത്തെ കുട്ടിയാണ്. ആദ്യം തീർച്ചയായും ശിശുവായിരിക്കുമല്ലോ. 2 or 4 ദിവസത്തെ കുട്ടി തന്നെയായിരുന്നാലും ഓർഗൻസ് വലുതാണല്ലോ. അതിനാൽ എല്ലാ വലിയ കുട്ടികൾക്കും പഠനം ആവശ്യമാണ്. ആരെല്ലാം വരുന്നുവോ എല്ലാവരെയും ബാബ പഠിപ്പിക്കുന്നു. നിങ്ങളും പഠിക്കുന്നു. ബാബയുടെ കുട്ടികളായി പിന്നെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ 84 ജന്മങ്ങൾ എങ്ങനെയാണ് എടുത്തത്. ബാബ പറയുന്നു, ഞാനും വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു, പിന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്കറിയാം, ഇവിടെ നമ്മൾ വലുതിലും വലിയ ടീച്ചറിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെയാണ് പിന്നെ ഈ ടീച്ചേഴ്സ് വന്നത്. അവരെ പണ്ഡ വഴികാട്ടികൾ എന്ന് പറയുന്നു. അവരും എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുമോ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് ഇതാണ്. 2 പിതാവുണ്ട്. ഒന്ന് ലൗകികം, രണ്ടാമത്തേത് പാരലൗകികം. ഉയർന്നത് തീർച്ചയായും പാരലൗകിക പിതാവാണ്. ആ ഒന്നിനെ ഭഗവാൻ എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് പാരലൗകിക പിതാവിനെ ലഭിച്ചിരിക്കുന്നു. മറ്റാർക്കും തന്നെ അറിയില്ല. പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കളെ ബാബയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ആത്മാക്കൾ തന്നെ ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ മറ്റൊന്നെടുക്കും. ഉയർന്നതിലും ഉയർന്ന ദേവതയാകും. ഉയർന്നതിലും ഉയർന്നത് ആകുന്നതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പല കുട്ടികളും മുന്നോട്ട് പോകവേ ഉയർന്നതിലും ഉയർന്ന പഠനത്തെ ഉപേക്ഷിക്കുന്നു. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ സംശയം വന്നു പോകുന്നു. അല്ലെങ്കിൽ മായയുടെ ഏതെങ്കിലും കൊടുങ്കാറ്റ് സഹിക്കുവാൻ കഴിയുന്നില്ല. കാമമെന്ന മഹാശത്രുവിനോട് തോറ്റുപോകുന്നു. ഈ കാരണങ്ങളാൽ പഠനം ഉപേക്ഷിക്കുന്നു. കാമമെന്ന മഹാശത്രു കാരണം തന്നെ കുട്ടികൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരുന്നു. ബാബു പറയുന്നു, കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ അബലകളും മാതാക്കളും തന്നെയാണ് വിളിക്കുന്നത്. പറയുന്നു, ബാബ നമ്മെ വിവസ്ത്രരാകുന്നതിൽ നിന്നും രക്ഷിക്കൂ. ബാബ പറയുന്നു, ഓർമ്മയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഓർമ്മയിൽ കൂടി തന്നെയാണ് ബലം വന്നു ചേരുന്നത്. മായയാകുന്ന ബലവാന്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ മുക്തമാകും. ഇങ്ങനെ വളരെ പേർ ബന്ധനത്തിൽ നിന്നും മുക്തമായി വരുന്നു. പിന്നീട് അത്യാചാരങ്ങൾ ഉണ്ടാകുന്നത് അവസാനിക്കും. പിന്നെ വന്ന് ശിവ് ബാബയോട് ബ്രഹ്മാവിലൂടെ സംസാരിക്കുന്നു. ഈ ശീലവും വരണം. ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കണം. നമ്മൾ ശിവ് ബാബയുടെ അടുക്കൽ പോകുന്നു. ആ ഒന്ന് ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരുന്നു. നമ്മൾ ശിവ് ബാബയുടെ മുന്നിൽ ഇരിക്കുന്നു. ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഈ ശിക്ഷണം ലഭിക്കുന്നു. ബാബയുമായി കൂടിക്കാഴ്ച നടത്താൻ വരുമ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാഭിമാനി ഭവ. ഈ ജ്ഞാനവും നിങ്ങൾക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഇതാണ് പ്രയത്നം. ആ ഭക്തിമാർഗത്തിലാകട്ടെ എത്ര വേദശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നു. ഇതാകട്ടെ ഒരേ ഒരു പ്രയത്നമാണ്, കേവലം ഓർമ്മയുടേത്. ഇത് വളരെ സഹജത്തിലും സഹജമാണ്, വളരെ ഡിഫിക്കൽട്ടുമാണ്. ബാബയെ ഓർമ്മിക്കുക എന്നതിനേക്കാൾ സഹജമായി മറ്റൊരു കാര്യവുമില്ല. കുട്ടി ജനിക്കുമ്പോൾ മുഖത്ത് നിന്നും ബാബ ബാബ എന്ന് വരും. പെൺകുട്ടിയുടെ മുഖത്ത് നിന്നും
അമ്മ എന്ന് വരും. ആത്മാവാണ് ഫീമെയിലിൻ്റെ ശരീരം ധാരണ ചെയ്തിരിക്കുന്നത്. ഫീമെയിൽ അമ്മയുടെ അടുക്കിലേക്ക് പോകും. ആൺകുട്ടികൾ മിക്കവാറും അച്ഛനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. കാരണം സമ്പത്ത് ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾ എല്ലാവരും കുട്ടികളാണ്. നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ആത്മാവിന് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഓർമ്മിക്കുന്നതിലൂടെ ദേഹാഭിമാനിയാണെങ്കിൽ സമ്പത്ത് നേടുന്നതിൽ പ്രയാസമുണ്ടാകും. ബാബ പറയുന്നു, ഞാൻ കുട്ടികളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്കും അറിയാം, കുട്ടികളായ നമ്മെ ബാബയാണ് പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ആ ഒന്നിനോട് ഭക്തി മാർഗത്തിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ പ്രിയതമൻ്റെ പ്രിയതമകളായിരുന്നു. മുഴുവൻ ലോകവും ഒരു പ്രിയതമൻ്റെ പ്രിയതമകളാണ്. പരമാത്മാവിനെ എല്ലാവരും പരംപിത എന്നും പറയുന്നു. പിതാവിനെ പ്രിയതമൻ എന്ന് പറയാറില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ഭക്തി മാർഗത്തിൽ പ്രിയതമകളായിരുന്നു. ഇപ്പോഴും വളരെ പേരുണ്ട്. പക്ഷേ പരമാത്മാവ് എന്ന് ആരെയാണ് പറയുന്നത് എന്നതിൽ വളരെയധികം കുഴങ്ങി പോകുന്നു. ഗണപതിയെ, ഹനുമാനെയും മറ്റും പരമാത്മാവാണ് എന്ന് പറഞ്ഞ് നൂലാമാലകളും ആശയക്കുഴപ്പവും വരുത്തി. ഒരാൾക്കല്ലാതെ മറ്റാർക്കും തന്നെ ശരിയാക്കുവാൻ സാധിക്കില്ല. ആരിലും ശക്തിയില്ല. ബാബ തന്നെ വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ പിന്നെ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ യോഗ്യരുമാകുന്നു. രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നു. പിന്നെ പ്രാപ്തി പുതിയ ലോകത്തിൽ നേടും. അതിനെ അമരലോകം എന്ന് പറയുന്നു. നിങ്ങൾ കാലന്റെ മേൽ വിജയം നേടുന്നു. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഈ പഠനത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകണം. ബാബയുടെ ഓർമ്മയിലൂടെ ബാബയുടെ പ്രോപ്പർട്ടിയും ഓർമ്മ വരും. സെക്കൻഡിൽ മുഴുവൻ ഡ്രാമയുടെയും ജ്ഞാനം ബുദ്ധിയിൽ വരുന്നു. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം, 84ന്റെ ചക്രം, ഇത്ര തന്നെ. ഈ നാടകം മുഴുവൻ ഭാരതത്തിൽ തന്നെയാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം ബൈ പ്ലോട്ട്സ് ആണ്. ബാബ നോളജും നിങ്ങളെയാണ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത്, പിന്നെ താഴ്ന്നവരായി മാറിയിരിക്കുന്നു. ഡബിൾ കിരീടധാരിയായ രാജാവ്, പിന്നെ തികച്ചും ദരിദ്രൻ. ഇപ്പോൾ ഭാരതം ദരിദ്രവും യാചകനുമാണ്. പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത് ഡബിൾ കിരീടധാരിയായ മഹാരാജാവിൻ്റെയും മഹാറാണിയുടെയും രാജ്യമായിരുന്നു. എല്ലാവരും ആദിദേവനായ ബ്രഹ്മാവിനെ മാനിക്കുന്നു. വളരെയധികം നാമങ്ങൾ നൽകിയിട്ടുണ്ട്. മഹാവീരൻ എന്നും ആ ഒന്നിനെ പറയുന്നു. മഹാവീരൻ എന്ന് ഹനുമാനെയും പറയുന്നു. വാസ്തവത്തിൽ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് സത്യമായ മഹാവീരനും ഹനുമാനും. കാരണം നിങ്ങൾ യോഗത്തിൽ ഇത്രയും ഇരിക്കുന്നു. അതിലൂടെ മായയുടെ എത്ര തന്നെ കൊടുങ്കാറ്റ് വന്നാലും നിങ്ങളെ കുലുക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ മഹാവീരന്റെ കുട്ടികൾ മഹാവീരൻ ആയിരിക്കുകയാണ്. കാരണം നിങ്ങൾ മായയുടെ മേൽ ജയം നേടുന്നു. 5 വികാരങ്ങളാകുന്ന രാവണന്റെ മേൽ ഓരോരുത്തരും ജയം നേടുന്നു. ഒരു മനുഷ്യന്റെ കാര്യമല്ല. നിങ്ങൾ ഓരോരുത്തരും വില്ലൊടിക്കണം. അതായത് മായയുടെ മേൽ ജയം നേടണം. ഇതിൽ യുദ്ധത്തിൻ്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. യൂറോപ്പ് വാസികൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? ഭാരതത്തിൽ കൗരവരുടെയും യവനന്മാരുടെയും യുദ്ധമാണ്. രക്തത്തിൻ്റെ നദികൾ ഒഴുകുന്നു എന്ന് പാടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാലിൻ്റെയും നദികൾ ഒഴുകും. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിക്കുന്നു. പാരസ്നാഥൻ ലക്ഷ്മി നാരായണനാണ് അവരുടേത്. പിന്നെ നേപ്പാൾ ഭാഗത്ത് പശുപതി എന്ന പേര് വെച്ചിട്ടുണ്ട്. ഒരു വിഷ്ണുവിൻ്റെ തന്നെ 2 രൂപങ്ങളാണ്, പാരസ്നാഥനും പാരസ്നാഥിനിയും. അതാണ്
പശുപതിനാഥ പതിയും പശുപതിനാഥ പത്നിയും. അതിൽ വിഷ്ണുവിൻ്റെ ചിത്രമുണ്ടാക്കുന്നു, ലേക്കും ഉണ്ടാക്കുന്നു, അതായത് തടാകവും ഉണ്ടാക്കുന്നു. ഇപ്പോൾ തടാകത്തിൽ പാൽ എവിടെ നിന്ന് വന്നു? വിശേഷ ദിവസങ്ങളിൽ തടാകത്തിൽ പാൽ ഒഴിക്കുന്നു. പിന്നെ ക്ഷീരസാഗരത്തിൽ വിഷ്ണു ഉറങ്ങിക്കിടക്കുന്നതായി കാണിക്കുന്നു. അർത്ഥം ഒന്നും മനസ്സിലാക്കുന്നില്ല. 4 കൈകളുള്ള മനുഷ്യർ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സോഷ്യൽ വർക്കറാണ്. ആത്മീയ പിതാവിൻ്റെ കുട്ടികളാണല്ലോ. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിൽ ഏതെങ്കിലും സംശയം വരാൻ പാടില്ല. സംശയം എന്നാൽ മായയുടെ കൊടുങ്കാറ്റ്. നിങ്ങൾ എന്നെ വിളിക്കുന്നത് തന്നെ, അല്ലയോ പതീത പാവന, വരൂ, വന്ന് നമ്മളെ പാവനമാക്കി മാറ്റൂ. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. 84ന്റെ ചക്രത്തെയും ഓർമ്മിക്കണം. ബാബയെ പതീത പാവനൻ എന്നും ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും പറയുന്നു. 2 കാര്യങ്ങളായി. പതീതരെ പാവനവുമാക്കുന്നു, 84ന്റെ ചക്രത്തിൻ്റെ ജ്ഞാനവും കേൾപ്പിക്കുന്നു. ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. 84ന്റെ ചക്രം നടന്നുകൊണ്ടേയിരിക്കും. ഇതിന് എൻഡ് ഉണ്ടാകുന്നില്ല. ഇതും നിങ്ങൾ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് അറിയുന്നുണ്ട്. ബാബ എത്ര മധുരമാണ്. ആ ഒന്നിനെ പതിമാരുടെയും പതി എന്ന് പറയുന്നു, പിതാവുമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നിൽ നിന്നും കുട്ടികളായ നിങ്ങൾക്ക് വളരെ ഭാരിച്ച സമ്പത്ത് ലഭിക്കുന്നു. പക്ഷേ പിതാവായ എന്നെയും മൊഴി ചൊല്ലുന്നു, അതായത് ബന്ധം വേർപെടുത്തുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പഠനവും ഉപേക്ഷിക്കുന്നു. അപ്പോൾ ബന്ധം വേർപെടുത്തുന്നത് പോലെയാണ്. എത്ര അവിവേകികളാണ്. ആരാണോ ബുദ്ധിശാലികളായ കുട്ടികൾ, അവർ സഹജമായി തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മറ്റുള്ളവരെയും പഠിപ്പിക്കുവാൻ തുടങ്ങും. അവർ ഉടൻ നിർണയിക്കും, ആ പഠനത്തിലൂടെ എന്താണ് ലഭിക്കുന്നത്, ഈ പഠനത്തിലൂടെ എന്താണ് ലഭിക്കുന്നത്, എന്താണ് പഠിക്കേണ്ടത്. ബാബ കുട്ടികളോട് ചോദിക്കുന്നു, ഈ പഠനം വളരെ നല്ലതാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നുമുണ്ട്. എന്നിട്ടും ഇങ്ങനെ പറയുന്നു, എന്ത് ചെയ്യട്ടെ, ഭൗതിക പഠനം പഠിച്ചില്ലെങ്കിൽ ബന്ധുമിത്രാദികളും മറ്റും അതൃപ്തമാകും. ബാബ പറയുന്നു, ദിനം പ്രതിദിനം സമയം വളരെ കുറഞ്ഞു വരികയാണ്. ഇത്രയും പഠനം പഠിക്കുവാൻ സാധിക്കില്ല. വളരെ ശക്തമായ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രകാരത്തിലും തയ്യാറെടുപ്പ് നടക്കുന്നുവല്ലോ. ദിനം പ്രതിദിനം പരസ്പരം ശത്രുത വർദ്ധിച്ചു വരുന്നു. ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൂടെ ഒറ്റയടിക്ക് എല്ലാം സമാപ്തമാക്കും എന്ന് പറയുകയും ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഡ്രാമ അനുസരിച്ച് ഇപ്പോൾ യുദ്ധം തുടങ്ങുക സാധ്യമല്ല. രാജധാനി സ്ഥാപിതമാകണം. അതുവരെയും നമ്മളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവരും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്തിമത്തിൽ നിങ്ങളുടെ വളരെയധികം പ്രഭാവം വരേണ്ടതുണ്ട്. അഹോ പ്രഭു നിന്റെ ലീല എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഇത് ഈ സമയത്തിൻ്റെ മഹിമയാണ്. നിന്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്നും പാടപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആത്മാക്കളുടെയും പാർട്ട് വേറിട്ടതാണ്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ശ്രീമത് നൽകുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. ശ്രീമത്ത് എവിടെ? മനുഷ്യരുടെ മതം എവിടെ? നിങ്ങൾക്കറിയാം, വിശ്വത്തിൽ ശാന്തി പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും ഉണ്ടാക്കുവാൻ സാധിക്കില്ല. 100% പവിത്രത, സുഖം, ശാന്തി 5000 വർഷങ്ങൾക്ക് മുമ്പെന്ന പോലെ ഡ്രാമ അനുസരിച്ച് സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് എന്ന് വന്ന് മനസ്സിലാക്കൂ. കുട്ടികളായ നിങ്ങളും സഹായികളാകുന്നു. ആര് വളരെയധികം സഹായിക്കുമോ അവർ വിജയമാലയിലെ മണിയായി മാറുന്നു. കുട്ടികളായ നിങ്ങളുടെ പേരുകളും എത്ര രമണീയമായിരുന്നു. ആ പേരുകളുടെ ലിസ്റ്റിൻ്റെ ആൽബവും വെക്കേണ്ടതാണ്. നിങ്ങൾ ഭക്തിയിലായിരുന്നു.
വീടും കുടുംബവും ഉപേക്ഷിച്ച് വന്ന് ബാബയുടേതായി. പൂർണ്ണമായും ഭട്ടിയിൽ വന്ന് ഇരുന്നു. ഇങ്ങനെയുള്ള ഉറച്ച ഭട്ടിയായിരുന്നു. ഉള്ളിലേക്ക് ആർക്കും വരുവാൻ സാധിച്ചില്ല. ബാബയുടേതായി കഴിഞ്ഞപ്പോൾ പിന്നെ പേരുകൾ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. സർവ്വതും സറണ്ടർ ചെയ്തു, അതിനാൽ പേര് വച്ചിരിക്കുന്നു. അത്ഭുതമാണല്ലോ. ബാബ എല്ലാവർക്കും പേര് വച്ചു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു കാര്യത്തിലും സംശയബുദ്ധി ആകരുത്. മായയുടെ കൊടുങ്കാറ്റുകളെ മഹാവീരനായി മറികടക്കണം. മായയുടെ കൊടുങ്കാറ്റിന് കുലുക്കുവാൻ കഴിയാത്ത വിധം യോഗത്തിലിരിക്കൂ. ബുദ്ധിവാന്മാരായി തൻ്റെ ജീവിതം ഈശ്വരീയ സേവനത്തിൽ വിനിയോഗിക്കണം. സത്യമായ ആത്മീയ സോഷ്യൽ വർക്കറാകണം. ആത്മീയ പഠനം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. വരദാനം: അഹം, അതായത് ഞാനെന്ന ഭാവവും തെറ്റിദ്ധാരണയും സമാപ്തമാക്കി ദയാഹൃദയരാകുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. എങ്ങനെയുള്ള അവഗുണങ്ങളുള്ളവരായാലും കടുത്ത സംസ്കാരം ഉള്ളവരായാലും ബുദ്ധി കുറഞ്ഞവരായാലും സദാ അധിക്ഷേപിക്കുന്ന ആത്മാവായാലും ആരാണോ ദയാഹൃദയരും വിശ്വമംഗളകാരികളുമായ കുട്ടികൾ, അവർ സർവ ആത്മാക്കളെ പ്രതിയും ലോഫുള്ളിനോടൊപ്പം ലവ്ഫുള്ളും ആയിരിക്കും. ഒരിക്കലും ഈ തെറ്റിദ്ധാരണയിൽ വരില്ല. അതായത് ഇവർക്ക് ഒരിക്കലും മാറുവാനേ കഴിയില്ല. ഇവർ ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ തന്നെയാണ് എല്ലാം, ഇവർ ഒന്നുമല്ല. ഇപ്രകാരത്തിലുള്ള ഞാനെന്ന ഭാവവും തെറ്റിദ്ധാരണയും ഉപേക്ഷിച്ച് ദൗർബല്യങ്ങളെയും തിന്മകളെയും അറിയുമ്പോഴും ക്ഷമിക്കുന്ന ദയാഹൃദയരായ കുട്ടികൾ തന്നെയാണ് വിശ്വമംഗളത്തിൻ്റെ സേവനത്തിൽ സഫലമാകുന്നത്. സ്ലോഗൻ: എവിടെ ബ്രാഹ്മണരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ധനത്തിൻ്റെയും സഹയോഗമുണ്ടോ അവിടെ സഫലത കൂടെയുണ്ട്. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. ആത്മാക്കൾ എപ്പോഴാണോ താങ്കളുടെ ആത്മീയ സ്വരൂപം അനുഭവിക്കുന്നത്, അപ്പോൾ അവർ ബാബയുടെ നേർക്ക് ആകർഷിതരായി അഹോ പ്രഭുവിൻ്റെ ഗീതം പാടും. ദേഹബോധത്തിൽ നിന്നും സഹജമായി അർപ്പണമാകും. ആഹാ താങ്കളുടെ ഭാഗ്യം, ആഹാ എൻ്റെ ഭാഗ്യം. ഈ ഭാഗ്യത്തിൻ്റെ അനുഭൂതി കാരണം ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെയും സ്മൃതിയുടെ ത്യാഗം ചെയ്യും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്.
അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.